ഹലോ, വെൽക്കം ടു സിംപ്ലി ഈസി. നമ്മളിന്നൊരു ക്യാരറ്റ് ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 ക്യാരറ്റ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലാക്കി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം, നെയ്യ്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പുഴുങ്ങിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് വേവിക്കേണ്ട. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചേർത്ത് കൊടുത്ത പഞ്ചസാര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇത് 1 ഗ്ലാസ് പാല് ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. കട്ടകളില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് മിക്സായി വരാൻ. കോൺഫ്ലവറൊക്കെ അല്പം കട്ട പിടിച്ചതുപോലെ തോന്നും. സാരമില്ല, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അത് തന്നെ അലിഞ്ഞോളും. അതിനിടയിൽ ഞാൻ പട്ടാണിക്കടല കഴിക്കുന്നുണ്ടായിരുന്നു. ക്യാരറ്റിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കാം. കൈവിടാണ്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇല്ലെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് കട്ടയാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന അരിപ്പൊടിയുടെയും കോൺഫ്ലവറിൻ്റെയും ഒക്കെ പച്ച ചുവ മാറത്തില്ല. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ വറ്റിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി പാനിൽ നിന്ന് വിട്ടു വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെയുള്ള ഡിഷസൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വീട്ടിലുള്ളവർ മാത്രമല്ല, നമുക്ക് ഗസ്റ്റിനെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു പരുവാകുമ്പോഴേക്കും കണ്ടോ, പാനിൽ നിന്നൊക്കെ ഏതാണ്ട് വിട്ടു വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. 1/2 ലിറ്റർ പാലടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഏതാണ്ട് 1/2 കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഞാനിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ക്രീമി ആകണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ കോൺഫ്ലവറോ ചേർത്ത് അല്പം പാലിൽ മിക്സ് ചെയ്ത് ഇതിൽ ചേർത്താൽ മതിയാവും. ഒരു ഫ്ലേവറിനായിട്ട് 3-4 ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് അടുപ്പ് നിറക്കിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ബോൾസ് ചേർത്ത് കൊടുക്കാം. അല്പം ഒന്ന് ചൂടാറി ആ പാലിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുന്നത്. ഇത് മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും അവർക്ക് സെർവ് ചെയ്തതാണ്. അവർക്ക് 2 പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് തരാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. തുടർന്നുള്ള ഇതുപോലുള്ള ക്വിക്ക് ആൻഡ് ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.